സ്പെയിനിലെ കുന്നിൻ ചെരുവുകളിൽ ആടുകളെ മേച്ചു നടന്ന സാന്റിയാഗോ എന്നൊരു ഇടയനായിരുന്നു നമ്മുടെ കഥയിലെ കേന്ദ്രകഥാപാത്രം. ലോകം ചുറ്റാൻ ഇഷ്ടപ്പെട്ട അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാർ ആടുകളായിരുന്നു. അവന് തുടർച്ചയായി ഒരു സ്വപ്നം കാണുമായിരുന്നു. ഈജിപ്തിലെ മഹത്തായ പിരമിഡുകൾക്കടുത്ത് ഒരു നിധി ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട്. ഒരിക്കൽ അവനൊരു ചൂതാളി സ്ത്രീയെ കണ്ടു. സ്വപ്നം കേട്ടപ്പോൾ അവൾ നിധിയെടുക്കാൻ പോകാൻ അവനെ നിർബന്ധിച്ചു. പിന്നീട് താനൊരു രാജാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വൃദ്ധൻ സാന്റിയാഗോയെ കാണാൻ വന്നു. നിന്റെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം അഥവാ വ്യക്തിപരമായ വിധി പിന്തുടരണമെന്ന് അയാൾ ഉപദേശിച്ചു. ഒരു വ്യക്തി തന്റെ വിധി തേടി യാത്രയാകുമ്പോൾ പ്രപഞ്ചം മുഴുവൻ അവനെ സഹായിക്കാൻ ഗൂഢാലോചന നടത്തുമെന്നും വൃദ്ധൻ പറഞ്ഞു. രാജാവിന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് സാന്റിയാഗോ തന്റെ ആടുകളെ വിറ്റു. ആ പണവുമായി അവൻ ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു. മൊറോക്കോയിലെ ടാഞ്ചിയേഴ്സിൽ കപ്പലിറങ്ങിയ ഉടനെ അവന്റെ പണം മോഷ്ടിക്കപ്പെട്ടു. നിസ്സഹായനായ അവൻ ഒരു പളുങ്കുപാത്രങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരന്റെ കടയിൽ ജോലിക്ക് ചേർന്നു. മാസങ്ങൾക്കൊടുവിൽ ആവശ്യത്തിന് പണം സമ്പാദിച്ചപ്പോൾ അവൻ വീണ്ടും യാത്ര തുടർന്നു. ലക്ഷ്യം സഹാറ മരുഭൂമി കടന്ന് ഈജിപ്തിലെത്തുക. യാത്രക്കിടെ രസവാദിയെ ആൽക്കമിസ്റ്റ് അന്വേഷിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനെ അവൻ കണ്ടുമുട്ടി. രസതന്ത്രത്തെക്കുറിച്ചും ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആത്മാവിനെക്കുറിച്ചും സോൾ ഓഫ് ദ വേൾഡ് അവൻ ആ ഇംഗ്ലീഷുകാരനിൽ നിന്ന് പഠിച്ചു. അവൻ മരുഭൂമിയിലെ ഒരിടത്ത് ഒരു ജലസമൃദ്ധമായ മരുപ്പച്ചയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവൻ ഫാത്തിമ എന്ന സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടി. അവളുമായി അവൻ പ്രണയത്തിലായി. നിധിയോ ഫാത്തിമയോ എന്നൊരു വലിയ ചോദ്യം അവന്റെ മുന്നിൽ വന്നു. നിന്റെ യാത്ര തുടരണമെന്നും എങ്കിലേ നീ തിരിച്ചുവരൂ എന്നും ഫാത്തിമ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ സാന്റിയാഗോ രസവാദിയെ നേരിൽ കണ്ടു. ആ രസവാദി സാധാരണ വസ്തുക്കളെ സ്വർണമാക്കാൻ കഴിവുള്ള വലിയ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. രസവാദി അവനെ തന്റെ വഴിയിൽ സഹായിച്ചു. കൂടാതെ ഭയമകറ്റേണ്ടതിന്റെ ആവശ്യകത, ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും പഠിപ്പിച്ചു. സാന്റിയാഗോ തന്റെ യാത്ര തുടർന്ന് ഈജിപ്തിലെ പിരമിഡുകൾക്ക് അടുത്തെത്തി. അവിടെ വെച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ചില കൊള്ളക്കാർ അപഹരിച്ചു. അവർ അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. അപ്പോഴാണ് ഒരു കൊള്ളക്കാരൻ താൻ കണ്ട അതേ സ്വപ്നം താനും കണ്ടിട്ടുണ്ടെന്ന് പരിഹസിച്ചു പറയുന്നത്. ആ സ്വപ്നത്തിൽ സ്പെയിനിലെ ഒരു പഴയ പള്ളിയിൽ ഒരു നിധി ഒളിപ്പിച്ചിരിക്കുന്നതായി കണ്ടുവെന്നും അവൻ പറഞ്ഞു. ആ നിമിഷം സാന്റിയാഗോവിന് സത്യം മനസ്സിലായി. അവന്റെ നിധി പിരമിഡുകളിലായിരുന്നില്ല. അത് താൻ യാത്ര പുറപ്പെട്ട സ്വന്തം നാട്ടിലെ പഴയ പള്ളിയിൽ തന്നെയായിരുന്നു. അവൻ തിരികെ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. അവിടെയെത്തി ആ പഴയ പള്ളിയുടെ അടിത്തട്ടിൽ അവൻ നിധി കുഴിച്ചെടുത്തു. സ്വർണവും രത്നങ്ങളുമായിരുന്നു അത്. സാന്റിയാഗോവിനൊരു കാര്യം മനസ്സിലായി. യഥാർത്ഥ നിധി യാത്രയുടെ തുടക്കത്തിൽ തന്നെ തന്നോടൊപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ നിധി കണ്ടെത്താനുള്ള യാത്രയിൽ ലഭിച്ച അറിവും അനുഭവങ്ങളും കണ്ടുമുട്ടിയ നല്ല മനുഷ്യരുമാണ് തന്റെ ജീവിതത്തെ പൂർണ്ണമാക്കിയത്. നിധിയുമായി അവൻ ഫാത്തിമയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച നിധിയേക്കാൾ വലുതാണ് അത് തേടിയുള്ള നിങ്ങളുടെ സാഹസിക യാത്ര. ദി ആൽക്കമിസ്റ്റ് എന്ന നോവൽ ഒരു കഥ എന്നതിലുപരി ജീവിതത്തെക്കുറിച്ചുള്ള ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ കൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നു. 1. വ്യക്തിപരമായ വിധി പിന്തുടരുക. പേഴ്സണൽ ലെജൻഡ്. ഇതാണ് നോവലിന്റെ പ്രധാന സന്ദേശം. നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചുവെച്ച ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യവുമാണ് വ്യക്തിപരമായ വിധി, പേഴ്സണൽ ലെജൻഡ് എന്ന് നോവൽ പറയുന്നു. പാഠം: നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള കാര്യങ്ങൾ എന്താണോ അത് കണ്ടെത്താനും പിന്തുടരാനും നിങ്ങൾ ധൈര്യം കാണിക്കണം. ആ വിളി അവഗണിക്കുമ്പോൾ ജീവിതത്തിന് അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. 2. പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ ഗൂഢാലോചന നടത്തും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ സത്യസന്ധമായി ഉറച്ചുനിൽക്കുമ്പോൾ നിങ്ങൾക്കുവേണ്ടി പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നും സാധ്യതയുടെ വാതിലുകൾ തുറക്കുമെന്നും നോവൽ പഠിപ്പിക്കുന്നു. പാഠം: നിങ്ങളുടെ ആഗ്രഹങ്ങൾ ശക്തമാകുമ്പോൾ അതിലേക്ക് നയിക്കുന്ന അവസരങ്ങളും ആളുകളും നിങ്ങളുടെ മുന്നിൽ വന്നുചേരും. ലക്ഷ്യത്തിൽ വിശ്വാസമർപ്പിക്കുക. 3. ഭയത്തെ കീഴടക്കുക. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യരെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഭയമാണ്, പ്രത്യേകിച്ച് പരാജയപ്പെടുമോ എന്ന ഭയം. പാഠം: യാത്രയിലെ വേദനയോ പരാജയമോ അല്ല, സ്വപ്നം കാണാനുള്ള ധൈര്യം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഭയത്തെ അംഗീകരിക്കുകയും അതിലൂടെ മുന്നോട്ടു പോകുകയും ചെയ്യുക. 4. നിധിയേക്കാൾ വലുത് യാത്രയാണ്. സാന്റിയാഗോയുടെ നിധി അവൻ യാത്ര തിരിച്ച് സ്വന്തം നാട്ടിൽ തന്നെ ഒളിപ്പിച്ചുവച്ചിരുന്നു. എന്നിട്ടും അവന്റെ യാത്ര അനിവാര്യമായിരുന്നു. പാഠം: ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിനേക്കാൾ പ്രധാനം ആ യാത്രയിൽ നിങ്ങൾ ആർജിക്കുന്ന അറിവും അനുഭവങ്ങളുമാണ്. യാത്രയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ, പഠിക്കുന്ന പാഠങ്ങൾ, ആർജിക്കുന്ന കഴിവുകൾ, ഇതാണ് യഥാർത്ഥ നിധി. 5. ഹൃദയത്തിന്റെ ഭാഷ കേൾക്കുക. നമ്മുടെ ഹൃദയം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും അത് ഭയവും ഉത്കണ്ഠയും പങ്കുവയ്ക്കും.
എങ്കിലും ഹൃദയമാണ് നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന അന്തർജ്ഞാനം, ഇൻഡ്യൂഷൻ നൽകുന്നത്. പാഠം: യുക്തിക്കപ്പുറം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. 6. ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. നോവലിലെ രസവാദി ആൽക്കമിസ്റ്റ് ലളിതമായ കാര്യങ്ങളിൽ വലിയ സത്യങ്ങൾ കണ്ടെത്താൻ സാന്റിയാഗോയെ പഠിപ്പിക്കുന്നു. മരുഭൂമിയുടെ സൗന്ദര്യം, ഒരു തരി മണൽ, ഒരു സാധാരണ കല്ല്, ഇവയിലൊക്കെ ജീവിതത്തിന്റെ സത്യങ്ങളുണ്ട്. പാഠം: ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ ഒരു ആത്മാവുണ്ട്, സോൾ ഓഫ് ദ വേൾഡ്. ചുറ്റുമുള്ള പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കുകയും ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. 7. ഇപ്പോൾ എന്നതിന്റെ പ്രാധാന്യം. നോവലിലെ ഒരു പ്രധാന തത്വം നിങ്ങളുടെ ശ്രദ്ധ വർത്തമാനകാലത്തിൽ പ്രസന്റ് കൊടുക്കുക എന്നതാണ്. പാഠം: കഴിഞ്ഞുപോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ചിന്തകൾ ഒഴിവാക്കി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഓരോ നിമിഷവും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഈ പാഠങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ ജീവിതം ഒരു സാഹസിക യാത്രയാണെന്നും ആ യാത്രയിൽ ധൈര്യവും വിശ്വാസവുമാണ് നമ്മുടെ കൈമുതലെന്നും ദി ആൽക്കമിസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു.